ഓർക്കുവാനായി എന്തെങ്കിലും മാറ്റി വെക്കാതെ ഒരു മഴയും പെയ്തു തോരുന്നില്ല എന്നാണത്രേ ആരോ ഒരാൾ പറഞ്ഞിട്ടില്ലേ. ആരാ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഗൂഗിളിൽ ഈ ഒരു കോട്ട് കണ്ടപ്പം എന്തോ ഇഷ്ടം തോന്നി. പക്ഷേ രാവിലെ തൊട്ടേ മഴ ആയതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ളൊരു മൂഡിലായിരുന്നു. പക്ഷേ മടി പിടിച്ച ഡേനെ ആക്റ്റീവ് ഡേ ആക്കി മാറ്റലാണ് ആരുടെ പണി? നമ്മുടെ പണി. മഴ പെയ്യുമ്പം അധികം ആഗ്രഹം തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൊതിച്ച് കിടന്നങ്ങോട്ട് ഉറങ്ങുക. സെക്കൻഡ് വൺ, ഇഷ്ടമുള്ളത് എന്തെങ്കിലും കഴിക്കുക. ആക്ച്വലി ഇന്ന് നമ്മുടെ ക്ലീനിങ് പരിപാടീസൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നല്ല മഴ. എന്നാൽ പിന്നെ ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് മാംഗോസ്റ്റീന് അങ്ങ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പുറത്തെ തണുപ്പും ഉള്ളിലെ തണുപ്പൊക്കെ കാരണം ആൾ കുറച്ച് മരവിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിച്ചൊന്ന് ഫ്രഷായി. പക്ഷേ ഒരു കാര്യം ചെയ്തിട്ടില്ലായിരുന്നു, ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം. ആക്ച്വലി ഇന്നലെ നൈറ്റ് മാറ്റിയതാണ്, പക്ഷേ ഈ ബെഡ്ഷീറ്റ് ഇടാനല്ല ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് മാറ്റിയിട്ട് വരാക്കാം. പക്ഷേ സത്യം പറയാലോ, ഈ അലങ്കോലായിട്ട് കിടക്കുന്ന ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി അറേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് അതിലൊരു കിടത്തുണ്ട്. എൻ്റെ സാറേ, ദാറ്റ്സ് ഫീലിംഗ് ഈസ് വെരി സോ 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 നൈസ്. പിന്നെയുള്ള ടാസ്ക് എന്ന് വെച്ചാൽ ഇതാണ്. ഉള്ളിലോട്ടാക്കും പോരും, ഞാൻ ഉള്ളിലോട്ടാക്കും പോരും. ഇതന്നെയായിരുന്നു ഒരു പരിപാടി. അങ്ങനെ ഏകദേശം ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴക്കതാ ഒരു കുറവില്ല, പെയ്തുകൊണ്ടിരിക്കുകയാണ് ആള്. എന്നാൽ പിന്നെ നമുക്കൊരു സാധനം ഉണ്ടാക്കിയാലോ. തലയിൽ കുറച്ച് മുടി ഉണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഒരാൾ ബോഡിയിലുള്ള കാര്യം തന്നെ ഞാൻ മറന്നിട്ടുണ്ട്. പക്ഷേ അടിച്ചു വാരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ടൈം അധികരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ആൾ എന്നെ വല്ലാണ്ട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ. ചുരുക്കി പറഞ്ഞാൽ മുടി നല്ല കൊഴിച്ചില്ല. ഇനിവേ മഴ ആയതുകൊണ്ട് പൊതുവേ ഒരു തണുപ്പാണല്ലോ. അപ്പോൾ ആ ഒരു തണുപ്പ് തലക്കും കൂടെ കിട്ടിക്കോട്ടെ. സോ നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് താളി അങ്ങോട്ട് ഉണ്ടാക്കാം. സൂക്ഷിച്ച് നോക്കേണ്ട വേണ്ടി മൃദുലമായ ആ കൈകൾ എൻ്റേതല്ല. ആരുണ്ടാക്കിയാലെന്താ, നമുക്ക് തേച്ചാൽ പോരെ. ആൻഡ് പറയാതെ വയ്യ, പ്രോസസ് ഓഫ് ദിസ് താളി മേക്കിംഗ് ഈസ് വെരി വെരി സിമ്പിൾ. ചെമ്പരത്തിയില വേണം, അത് നിർബന്ധമാണ്. പിന്നെ ഏതെങ്കിലും ഒരു കല്ലിലിട്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ താളി റെഡി. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ തല സ്പോൺസർ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ കുറച്ച് ഇല പറിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. എന്നിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 3 ആൾക്ക് തലയിൽ തേക്കാൻ മാത്രം താളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം താളിയൊക്കെ തേച്ച് ഒരു നീണ്ട കുളി കഴിഞ്ഞ് വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട്. വേറൊന്നുമല്ല, ഈ വീഡിയോ എടുക്കൽ പരിപാടീസ് മാത്രമല്ല, ഞാൻ ചെറുതായിട്ടൊരു ടീച്ചറാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ചെറുതായിട്ടൊരു ടീച്ചറാണെന്ന് പറഞ്ഞത്. ആൻഡ് ഈ വീഡിയോ എടുക്കുന്നത് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ ഈവനിങ് 4 മണിക്കാണ് എനിക്ക് 8th അവിടെ ക്ലാസ് ഉള്ളത്. കഴിഞ്ഞ വർഷം വരെ ഒന്നും വേണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പോയാൽ മതി. പക്ഷേ ഇപ്രാവശ്യം ബുക്ക് മാറിയതുകൊണ്ട് ജസ്റ്റ് എന്താ ഉള്ളതെങ്കിലും നോക്കിയിട്ട് വേണ്ടേ പോവാൻ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ജപ പറയേണ്ടി വരും. സോ അതിൻ്റെ കാര്യങ്ങളാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബോറടിക്കൂലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടീച്ചറാവാനും പഠിപ്പിക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് മെത്തേഡാണ് കേട്ടോ ഈ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതായത് കൂടുതലായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആവാം. ഇപ്പോൾ നമുക്ക് ടീച്ചറാവണം, പക്ഷേ വീട്ടിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ കുഞ്ഞ് ബേബീസ് ഉണ്ട്, മക്കളുണ്ട്. അപ്പോൾ നമുക്ക് അവരിട്ട് പോകാനൊക്കെ പറ്റാത്ത സിറ്റുവേഷൻസ് ആണെങ്കിൽ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് ചുറ്റും അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണല്ലോ ഇൻ്റർവെൽ. അതുപോലത്തെ 1 അല്ല 2 അല്ല ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇൻസ്റ്റഗ്രാമിൽ വരെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ക്ലാസ് ഡെയിലി എടുത്താൽ അത്യാവശ്യം നമ്മളെ കാര്യത്തിന് വേണ്ട ഇൻകമെങ്കിലും നമുക്ക് കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് വേറെ വീഡിയോ തന്നെ ചെയ്യാം. ബൈ ദ വേ, നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ആ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഞാനെല്ലാം നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ട്യൂഷന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ളൊരു ചാൻസ് അല്ലേ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിലൊക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഈ അടുത്ത് കണ്ടിട്ട് വായിന്ന് വെള്ളം വന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം. തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേഹ റൂബി എന്ന് പറഞ്ഞ ചാനലിൽ കണ്ടതായിരുന്നു. ആളുണ്ടാക്കിയ ഒരു ഐറ്റം ഉണ്ട്, മാംഗോ തിറാമിസു, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താ കിട്ടിയാൽ കഴിക്കായിരുന്നു എന്ന് തോന്നില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ കേട്ടോ. ബട്ട് സങ്കടകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാനിതുവരെ കേക്ക്, പുഡിങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയ ചരിത്രം കുറവാണ്. ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഡയലോഗ് കേട്ടപ്പോൾ നിങ്ങൾ വെച്ചിട്ടുണ്ടാവും ബാക്കിയുള്ള ഐറ്റംസിലൊക്കെ ഞാൻ പുലിയാണ്. അല്ല കേട്ടോ, എന്താ പറയുക, കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു കഴിവ് അടുത്ത് കൂടെ പോയിട്ടില്ല. പക്ഷേ ട്രൈ ചെയ്യുക, ദാറ്റ്സ് ഓൾ. സോ ഇതൊന്ന് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹം വളരെ വളരെ കൂടുതലായതുകൊണ്ട് റെസിപ്പി നോക്കി അതിൻ്റെ ഐറ്റംസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് അതൊക്കെ നമ്മളവിടെ കിട്ടുമെന്നുള്ള കാര്യം ഡൗട്ടാണ്, അല്ലെങ്കിൽ വല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കി ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യാൻ നേരത്താട്ടോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി. പുറത്തോട്ട് നോക്കുമ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ പോയിട്ടില്ല. നമ്മുടെ കുറുക്കൻ്റെ കല്യാണമല്ലേ, ആ ഒരു അവസ്ഥയിലാണിപ്പോൾ. ഇല്ലേ ഉറക്കം വന്നിട്ട് റൂമിലോട്ടൊന്ന് വന്ന് നോക്കുമ്പോൾ അവിടെ 2 ആൾ നല്ല ഉറക്ക. പിന്നെ എനിക്ക് സൈക്കോ.
അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ഒരു അരമണിക്കൂർ സമയമുണ്ട്. അപ്പോഴേക്കും ഞാനൊന്ന് ഉറങ്ങി എണീറ്റിട്ട് ക്ലാസ്സിന് പോകാൻ നോക്കട്ടെ കേട്ടോ. ബൈ.